ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ചെമ്പരൽ പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഇന്നത്തെ കഥ ഇന്നലെ നിർത്തിയെടുത്ത് നിന്ന് തന്നെ നമ്മുടെ ശ്രുതി ഇങ്ങനെ നിലത്ത് കിടന്നിട്ടാണുള്ളത്. അപ്പോൾ സച്ചിയും എല്ലാവരും കൂടെ ഓടി വന്നിട്ട് എന്താ പറ്റി ഇങ്ങനെ വിളിച്ചുണർത്തുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ബോധം നേരെ വന്നു. എന്നിട്ട് എണീക്ക് വാ, വീട്ടിൽ പോകുമെന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും, ഇല്ല ഞാൻ വീട്ടിലേക്കൊന്നും വരുന്നില്ല, ഞാനിവിടെ കിടന്നോളാം എന്നൊക്കെ പറയും. അപ്പോൾ എങ്ങനെയെങ്കിലും പിന്നെ മലേഷ്യൻ്റെ അച്ഛനെയും വല്യച്ഛനെയും ശ്രുതിയെയും കൂട്ടിയിട്ട് വീട്ടിലെത്തിക്കണം ഇവർക്ക്. ആകെ കിണഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശ്രുതി പറയും, ഞാൻ വലിയൊരു ബിസിനസ് മാനാണ്, ഞാൻ എൻ്റെ കാറിലേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കാർ ഓടിക്കുന്ന പോലെയും ഗിയർ മാറ്റുന്ന പോലെയൊക്കെ ആക്കിയിട്ട്. അപ്പോൾ വല്യച്ഛനും പറയും, ഞാനൊരു ബിസിനസ് മാനാണ്, ഞാനും വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവർ രണ്ടാളും കൂടെ കുറച്ച് ഇങ്ങനത്തെ കളികളൊക്കെ കളിക്കും, കുടിച്ചിട്ടുള്ള കളി പോലെ ഇങ്ങനെ കളിക്കും. എന്നിട്ട് ഞങ്ങളിവിടെ കിടക്കുന്നതിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്നൊക്കെ സച്ചി വീട്ടിൽ പോകുമെന്ന് പറയും. അപ്പോൾ ഇവർ ഞങ്ങളിവിടെ കിടന്നോളാം, ഞങ്ങളിവിടെ കിടക്കുന്നതിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോടാ എന്നൊക്കെ ചോദിക്കും. എനിക്ക് ഇളയച്ച വന്ന് നമുക്ക് ഇവിടെ കിടന്നുറങ്ങാം എന്നൊക്കെ പറയും. അവരുടെ അവിടെയൊക്കെ കിടന്നു വരുള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും സച്ചിയും വല്യച്ഛനെയും അവർ എണീപ്പിച്ചു. അപ്പോൾ വല്യച്ഛൻ പറഞ്ഞു, ഇനി ആരും പിടിക്കേണ്ട, ഞാൻ കൊച്ചുകൂട്ടിയൊന്നുമല്ല, ഞാൻ നടന്നോളാം എന്ന് പറയും. വല്യച്ഛൻ അങ്ങനെ നടക്കും. പക്ഷേ ശ്രുതിയെ നമ്മുടെ മഹേഷും സച്ചിയും കൂടെ പിടിച്ചുകൊണ്ട് പോവുക. ബാക്കി ഇവരെ രണ്ട് ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവരും കൂടെ, നിങ്ങൾ ഫാമിലി ഒരുമിച്ചില്ല, നമ്മളിങ്ങോട്ട് പോകുന്ന പറഞ്ഞിട്ട് അവർ രണ്ടും കൂടെ അങ്ങ് പോകും. എന്നിട്ട് ഇവർ നാലാളും കൂടെ വീട്ടിലേക്ക് ഇങ്ങനെ എത്തും. അങ്ങനെ വീടിൻ്റെ പുറത്തെത്തിയപ്പോൾ തന്നെ ഇവർ അവിടെ എത്താൻ വേണ്ടി ശ്രമിക്കും ശ്രുതിയെ. പക്ഷേങ്കിൽ അങ്ങോട്ട് പോവല്ല, ഇങ്ങോട്ടാണ് വീട്, ഇങ്ങോട്ട് വന്നിങ്ങനെ നമ്മുടെ ഇളയച്ചൻ ഇങ്ങനെ പറയും. അപ്പോൾ ഇളയച്ചൻ്റെ എന്തോ കള്ളത്തരങ്ങളുണ്ട് നമ്മുടെ സച്ചിക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അത് ഇതുവരെ വിട്ടു പറഞ്ഞിട്ടില്ല. ശ്രുതിമോളെ എവിടെ വെച്ചാണ് പരിചയപ്പെട്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും നമ്മുടെ ബീരാനിക്കയോട്. പക്ഷേങ്കിൽ ബീരാനിക്ക് ആരാ കുടിച്ചിട്ടും അതൊന്നും പുറത്തു പറഞ്ഞില്ല. എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്നോ, നീ എന്ത് വർത്താനാടേ പറയുന്നത്, അവളെ ഈ കൈകളിലേക്കല്ലേ പ്രസവിച്ചിട്ടത്, ഞാനല്ലേ വളർത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ബീരാനിക്ക ഇങ്ങനെ പറയും. എൻ്റെ ഏട്ടൻ്റെ മകളല്ലേ അവൾ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പറയും. വിട്ടുകൊടുത്തില്ല. പക്ഷേ സച്ചിക്ക് ഇപ്പോഴും പൂർണ്ണമായിട്ടുള്ളൊരു ബോധ്യമായിട്ടില്ല, അവന് എന്തോ കള്ളത്തിലുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ ഇവരെ വീട്ടിലെത്തിയിട്ട് അവർ ഇവിടെ ഇരുന്നു. സോഫയിലിരുന്ന സമയത്ത് ഇങ്ങനെ നമ്മുടെ ശ്രുതി ഇങ്ങനെ ബോധമില്ലാതിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി വന്നിട്ട് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും എന്ത് പ്രശ്നമുണ്ട് മനസ്സിലാവും. അപ്പോൾ മോനെ ശ്രുതി എന്താ പറ്റി ഷർട്ടിൽ മണ്ണൊക്കെ ആയിട്ടുണ്ടല്ലോ, എവിടെയെങ്കിലും വീണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോഴേക്കും ശ്രുതിയും വന്നിട്ട് എന്താ ശ്രുതിക്ക് എന്താ പറ്റി പറയും. ചന്ദ്രമതി പറയും, ഒന്നും അനങ്ങുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. ശ്രുതി എല്ലാവരും കൂടെ വിളിക്കും. എന്നിട്ട് എന്താ പറ്റിയെന്ന് ചോദിക്കും. അപ്പോൾ ഒന്നുമില്ല എന്നിങ്ങനെ സച്ചി പറയും. അപ്പോൾ സച്ചിയെ കണ്ടപ്പോൾ തന്നെ നമുക്ക് രേവതിക്ക് കാര്യം മനസ്സിലായി, എന്തോ കുടിച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്നിട്ട് രേവതി സച്ചിയെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് മാറി നിന്നിട്ട് ചോദിക്കും, കുടിച്ചിട്ടുണ്ടോ, എന്താ സംഭവിച്ചു, എന്താ പറ്റിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഒരു സച്ചി പറയും, കുറച്ച് കുടിച്ചിട്ടുണ്ട് ഇങ്ങനെ പറയും. എന്നിട്ട് അപ്പോഴത്തേക്കും എല്ലാവരും വരും, അച്ഛനൊഴികെ ബാക്കി എല്ലാവരും വരും. നമ്മുടെ അച്ഛമ്മയൊക്കെ വരും. എന്താ പറ്റിയത്, എന്താ സംഭവിച്ചതെന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ വല്യച്ഛനാണെങ്കിൽ, മലേഷ്യയിലെ അച്ഛനാണെങ്കിൽ കുറച്ച് ഡീസൻറ്റ് ലുക്കിൽ അവിടെ അങ്ങ് ഇരുന്നിട്ടുണ്ട്. കണ്ണടയൊക്കെ വെച്ച് ഒരു കുടിച്ചിട്ടില്ല എന്ന് തോന്നുന്നതിൽ അവിടെ സോഫയിൽ ആദ്യമേ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവർ ചോദിക്കും, എന്താ പറ്റിയത് ശ്രുതിക്ക്, എന്താ പറ്റിയെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ വല്ലാതൊരു മണം അടിക്കുന്നുണ്ടല്ലോ എന്നിങ്ങനെ നമ്മുടെ ചന്ദ്രമതി അടക്കം പറയും. അപ്പോൾ സച്ചി വീട്ടിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഈ ഒരു സ്മെല്ലൊക്കെ അടിക്കാറുണ്ട്, എന്താ സംഭവിച്ചെന്നൊക്കെ പറയും. അങ്ങനെ ശ്രീകാന്ത് മണവിച്ച് നോക്കും നമ്മുടെ ശ്രുതിയെ. എന്നിട്ട് പറയും, ഏട്ടൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ എല്ലാവരും കൂടെ ഷോക്കും, മദ്യപിക്കാനോ അങ്ങനെ ഇല്ലല്ലെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറ്റി. അപ്പോൾ നമ്മുടെ വർഷ ചോദിക്കും, ശ്രുതി ചേച്ചിയല്ലേ പറഞ്ഞത്, ശ്രുതി ചേച്ചിയുടെ ഹസ്ബൻഡ് മദ്യപിക്കാറില്ല, പിന്നെ ഇതെന്താ ചോദിക്കും. അപ്പോൾ ശ്രുതി പറയും, ഇല്ല ശ്രുതി മദ്യപിക്കാറില്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഇതിലിടയ്ക്ക് എന്തോ ഉണ്ടായിട്ടുണ്ട് എന്നിങ്ങനെ ശ്രുതി പറയും. എന്നിട്ട് പറയാൻ വേണ്ടി പറയും, എന്താ സംഭവിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് ചന്ദ്രമതി ഇങ്ങനെ ചോദിക്കും, എന്താണ് സംഭവിച്ചത്, നീ അവനും കൂടെ എന്തിനാ ഇവിടെ പോയത് എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് ഇവൻ്റെ മലേഷ്യയിലെ വല്യച്ഛൻ ഇവിടെ ഇരിക്കുന്ന കാണുന്നില്ലേ, നീ ഇവരുടെ മുന്നിൽ വെച്ചിട്ടല്ലേ ഇവനിങ്ങനെ ആക്കിയതെന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി പറയും. അപ്പോൾ സച്ചി പറയും, അങ്ങേരെന്ത് വിചാരിക്കുന്നു ഇങ്ങനെ ചന്ദ്രമതി ചോദിക്കും. അപ്പോൾ സച്ചി പറയും, അങ്ങേരെന്ത് വിചാരിക്കുന്നു, അദ്ദേഹത്തോടൊന്ന് ചോദിക്കും ഇങ്ങനെ പറയും. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ മദ്യപിച്ചിട്ടുണ്ട്, രണ്ടാളും കൂടെ ചേർന്നാണ് മദ്യപിച്ചതെന്ന് നമ്മുടെ മഹേഷ് പറയും. അപ്പോൾ ശ്രുതി വീണ്ടും ഞെട്ടും, നിങ്ങളും മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. എന്തിനാ നിങ്ങൾ മദ്യപിച്ചോ, എന്തിനാ ശ്രുതിയെ കുടിപ്പിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കും. ശ്രുതിക്ക് ഇതൊന്നും ശീലമില്ലാത്തതല്ലേന്ന് ഇങ്ങനെ പറയും. അപ്പോൾ ശ്രുതി ഇങ്ങനെ പറയും, എന്തിനാ കുടിപ്പിച്ചതെന്ന് എന്നിങ്ങനെ പറഞ്ഞുകൊടുക്കും. അപ്പോൾ നമ്മുടെ ബീരാനിക്ക സ്വന്തമായി കഥയുണ്ടാക്കും. സ്വന്തമായി എന്നല്ല, തിരിച്ച് നേരെ സച്ചിയുടെ തലയിലേക്ക് ഈ കുറ്റം അങ്ങിട്ട് കൊടുക്കും. അതായത് ശ്രുതി പറഞ്ഞതാ, വേണ്ടാന്ന് ശ്രുതി പറഞ്ഞതാ, ഞാനും ഇവരോട് പറഞ്ഞതാ, വേണ്ടെങ്കിൽ കൊടുക്കണ്ട എന്നുള്ളത് ഞാനും ഇവരോട് പറഞ്ഞതാ. പക്ഷേ സച്ചിയും അവൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് ബലമായി ശ്രുതിയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞതാ വേണ്ടാന്ന് എന്നൊക്കെ ഇങ്ങനെ
പറയും. അപ്പം തന്നെ സച്ചി ഞെട്ടും. നേരെ ഇതെനിക്ക് ആർക്കായാലും ആദ്യമേ ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. അങ്ങനെ സച്ചിയുടെ തലയിൽ കുറ്റായി എല്ലാവരും കൂടെ സച്ചീനെ കുറ്റപ്പെടുത്തി എല്ലാവരും അത് വിശ്വസിക്കും. അച്ചമ്മ അടക്കം അത് വിശ്വസിക്കും. എന്തിനാണ് നീ കുടിപ്പിച്ചത്, ഇന്നൊരു നല്ല സന്തോഷമായിട്ടുള്ള ദിവസമായിട്ട് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് നീ എന്തിനാണ് കുടിച്ചത്, നീ എന്തിനാ ഇവനെയും കുടിപ്പിച്ചതെന്ന് ഇങ്ങനെ അച്ചമ്മ ചോദിക്കും. ഇവിടെ പണ്ട് നിന്ന കാലത്ത് നീ കൂട്ടുകാരായിട്ട് കുടിച്ചിട്ട് തല്ലുണ്ടാക്കാറായിരുന്നു, പക്ഷെ അന്ന് നിർത്തിയെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോഴും നീ ഇത് തുടരുന്നുണ്ടല്ലേ, നീ എന്തിനാണ് കുടിപ്പിച്ചത് എന്നൊക്കെ ഇങ്ങനെ അച്ചമ്മ അവനെ വഴക്ക് പറയും, തല്ലൊക്കെ ചെയ്യും. അപ്പോൾ രേവതി ഇങ്ങനെ പറയും, അച്ചമ്മ വേണ്ട തല്ലണ്ട, ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കോളാം, മനസ്സിലാക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷേ സച്ചി അതിനിടയ്ക്ക് പറയുന്നുണ്ട്, ഞാൻ തല്ലിയിട്ടില്ല അച്ചമ്മ, ഇത് ഞാൻ തല്ലിയതല്ല എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നുണ്ട്. പക്ഷേ ആരും കേൾക്കുന്നില്ല. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ ഇവിടെ ഇല്ലാതെ നന്നായിപ്പോയി, അല്ലെങ്കിൽ അവന് വിഷമായനെ, അവൻ അല്ലെങ്കിൽ അസുഖമായിട്ടിരിക്കുകയായിരുന്നു, ഇതും കൂടെ അറിഞ്ഞാൽ അവന് നല്ല വിഷമവും, അവനില്ലാത്തത് ഭാഗ്യമായി, അവനിതൊന്നും അറിയണ്ട എന്നൊക്കെ ഇങ്ങനെ പറയണം. എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരുന്നില്ല, നീ എന്തിനാണ് ഇന്നത്തെ ഈ ദിവസം ഇങ്ങനെ ആക്കിയതെന്നൊക്കെ പറഞ്ഞിട്ട് അച്ചമ്മയും സച്ചി പറയും ഞാനില്ല കുടിപ്പിച്ചെന്ന് ഇങ്ങനെ പറയും. പിന്നെ നീ കള്ളം പറയേണ്ടെന്ന് നമ്മുടെ അച്ചമ്മ പറയും. അത് പറയുന്ന കേട്ടപ്പോൾ ആരും വിശ്വസിച്ചില്ല, കള്ളം പറയേണ്ടെന്ന് പറയാം. അപ്പോൾ മഹേഷ് ഇങ്ങനെ പറയാൻ വേണ്ടി നോക്കും, അച്ചമ്മ അങ്ങനെ സച്ചി അതിന് മാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നിങ്ങനെ മഹേഷ് ഇങ്ങനെ സത്യം പറയാൻ നോക്കും. പക്ഷേങ്കിൽ സച്ചി പറയും, വേണ്ട നീ ഒന്നും പറയണ്ട, ഇനി ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവരാരും വിശ്വസിക്കുകയില്ല, ഇങ്ങനെ തന്നെ നിന്നോട്ടെ, നീ ഒന്നും പറയണ്ടെന്ന് ഇങ്ങനെ പറയും. എന്നിട്ട് നമ്മുടെ ചന്ദ്രമതി പറയും, ഇവനാണ് ഇവിടുത്തെ എല്ലാ പ്രശ്നം, ഇവനൊറ്റൊരുത്തനാണ് ഇവിടുത്തെ എല്ലാ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറയും. അപ്പോൾ നമ്മുടെ അച്ചമ്മ പറയും, ഇവനല്ല, നീയാണ് എല്ലാ പ്രശ്നത്തിൻ്റെയും തുടക്കം. എന്താ പറയുക, 3 മക്കളെയും ഒരുപോലെ നീ കണ്ടിട്ടില്ല, കാണാൻ പഠിച്ചിട്ടില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയും. അപ്പം എന്നൊക്കെ ശ്രുതി പറയും, ശ്രുതിക്ക് തീരെ വയ്യ, എവിടെയെങ്കിലും ഹോസ്പിറ്റലുണ്ടോ അടുത്തുണ്ടോ അവിടെ കൊണ്ടുപോകണം എന്ന് പറയും. അപ്പോൾ സച്ചി പറയും, ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ കെട്ടിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കോളും, ഇവിടെ മോരുണ്ടോ രേവതി, വാ എന്ന് പറയും. എന്നിട്ട് അവർ രണ്ടാളും കൂടെ അടുക്കളയിലേക്ക് പോകും. അപ്പോൾ രേവതി ചോദിക്കും, എന്താ ഉണ്ടായ, ആരാ കുടിപ്പിച്ചേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ സച്ചി പറയും, ഞാനാണെന്നല്ലേ ഇവിടെ എല്ലാവരും പറയുന്നത്, അങ്ങനെ തന്നെ നോട്ടെ എന്ന് പറയും. അപ്പോൾ രേവതി ചോദിക്കും, സച്ചിയേട്ടനല്ല, അതെനിക്കറിയാം, സത്യം എന്താണെന്ന് വെച്ചാൽ പറ, എന്താ ഉണ്ടാ വെച്ചാൽ പറയാമെന്ന് പറയും. അപ്പോൾ സച്ചി പറയും, എന്തായാലും അച്ഛൻ ഇവിടെ ഇല്ല, അച്ഛനും അച്ഛമ്മയും എല്ലാം ഇതിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ വിഷമിക്കും, അതുകൊണ്ട് ഇതാരും അറിയേണ്ട, അങ്ങനെ തന്നെ നിന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറയില്ല. എന്നിട്ട് മോരും വെള്ളം എടുത്തിട്ട് സുധിയെ കുടിപ്പിക്കും. സുധിയെ കുടിപ്പിച്ചതിന് ശേഷം സുധി ഇങ്ങനെ മോരിന് ഉപ്പ് കുറവാണെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ സച്ചി പറയും, ഇപ്പോൾ സംസാരിച്ചു, ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അങ്ങ് ഇറങ്ങിക്കോളൂ എന്ന് പറയും. അങ്ങനെ പിന്നെ സുധിയുടെ പ്രകടനമായി. സുധി ഇങ്ങനെ അമ്മയ്ക്ക് സുഖമാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക, കള്ള് മൊത്തത്തിലങ്ങ് കുടിച്ചതങ്ങ് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ സുധി ഇങ്ങനെ കരയും, എല്ലാവരും അമ്മേനെ പിടിച്ച് കരയും, അമ്മയ്ക്കല്ലേ എന്നോട് ഏറ്റവും വലിയ സ്നേഹം, അമ്മയെന്ന് പറഞ്ഞിട്ട് അമ്മേനെ പിടിച്ച് കരയും. അമ്മയാണെങ്കിൽ നമ്മുടെ ചന്ദ്രമതിയാണെങ്കിൽ മണക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാക്കും. എന്നിട്ട് പിന്നെ അടുത്തത് നമ്മുടെ ശ്രീകാന്ത് പറയും, അമ്മയെ വിട്, അമ്മ എന്തിനാ ഇങ്ങനെ പിടിക്കുന്നതെന്ന് പറയും. അപ്പോൾ ശ്രീകാന്തിൻ്റെ നേരെ സുധി പോവും. എന്നിട്ട് മോനെ അനിയ, നീ എന്താ നിൻ്റെ കല്യാണത്തിന് എന്നെ വിളിക്കാനെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ വെച്ച് കരയും. പിന്നെ അച്ചമ്മ പറയും, നീ എന്താണ് കളിക്കുന്നത്, എന്തിനാ നീ കരയുന്നതെന്ന് ചോദിക്കും. പിന്നെ നേരെ അച്ചമ്മയെ എടുത്ത് വന്നിട്ട് കരയും, അച്ചമ്മയെന്ന് പറഞ്ഞിട്ട്. പിന്നെ നേരെ ശ്രുതിയെ കാണും. ശ്രുതി ഐ ലവ് യു, എന്നെ വിട്ടു പോകരുത്, ഞാൻ ജോലിക്ക് പോയിക്കോളാം, ജോലി കിട്ടാത്തോണ്ടാന്ന് പറഞ്ഞിട്ട് അതും പിടിച്ച് കാര്യം. അങ്ങനെ പിന്നെ സച്ചിനെ പറയും, സച്ചി എൻ്റെ അനിയനല്ലടാ, നീ എന്തിനാണ് എന്നെ കളിയാക്കുന്നത്, എനിക്ക് ജോലി ഇല്ലാത്തതുകൊണ്ടല്ലേ, ഞാൻ എന്താ ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ അതും കളിയാക്കാൻ തുടങ്ങും. അങ്ങനെ ശ്രുതിയുടെ പ്രകടനമായി. പിന്നെ അതിന് ശേഷമാണ് ശ്രുതിയോടുള്ള പ്രകടനം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഇളയച്ചനെ കാണുന്നത്. അങ്ങനെ ഇളയച്ചാന്നിങ്ങനെ നമ്മുടെ ശ്രുതി വിളിക്കും. ഇളയച്ചൻ്റെ വിളിയിൽ തന്നെ ഒരു പ്രശ്നമെന്ന് ഇളയച്ചന് തോന്നി. ഞാൻ അങ്ങത്തോളം വലിയച്ഛനാണ് പറഞ്ഞത്, സോറി ഇളയച്ചനാണ് കേട്ടോ, മാറിപ്പോയതാണ്. അപ്പോൾ ഇളയച്ചൻ എന്നിട്ട് എന്തോ ഒരു ഡൗട്ട് തോന്നി, ഇവനിപ്പോൾ പറയുമെന്ന് തോന്നി. അപ്പോൾ നേരെ ശ്രുതിയുടെ കൈ പിടിച്ചിട്ട് പറയും, ശ്രുതി നീ ഇനി ഒന്നും പറയണ്ട, ഞാൻ ഇവരോടെല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നീ ഒന്നും പറയണ്ട, നീ പോയി വിശ്രമിക്കുക ഇങ്ങനെ പറയും. ശ്രുതി ഇവനെ റൂമിൽ കൊണ്ടായാൾക്ക് ഇങ്ങനെ പറയും. പക്ഷേ വീണ്ടും നമ്മുടെ ശ്രുതി ഇളയച്ചാന്ന് വിളിക്കും. പിന്നെയും നമ്മുടെ ഇളയച്ചൻ പറയും, ശ്രുതി ഇവനെയും കൊണ്ട് അകത്തേക്ക് പോകും, ഇവന് തീരെ വയ്യ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേഗം അകത്തേക്ക് പറഞ്ഞേക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.